വെൽക്കം ടു സ്റ്റഡി സ്റ്റുഡിയോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വേർബ് എന്ന ടോപ്പിക്കാണ്. ദ വേർബ് ഈസ് എ വേർഡ് ഓർ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഇൻ എ സെൻറ്റൻസ് ദാറ്റ് ഇൻഡിക്കേറ്റ് ആൻ ആക്ഷൻ, ആൻ ഈവൻറ്റ് ഓർ എ സ്റ്റേറ്റ്. ഒരു പ്രവൃത്തിയോ സംഭവത്തെയോ അവസ്ഥയോ സൂചിപ്പിക്കുന്ന വാക്യഭാഗമാണ് വേർഡ് അഥവാ ക്രിയ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ദ എർത്ത് ഈസ് റൗണ്ട്. ഭൂമി ഉരുണ്ടതാണ്. ഇവിടെ ഈസാണ് വെർബ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. റാണി റൈസസ് അറ്റ് 6 o'clock എവറി ഡേ. റാണി എന്നും 6 മണിക്ക് ഉണരുന്നു. ഇവിടെ റൈസസ് ആണ് വെർബ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു പ്രവൃത്തിയാണ്. ഉണരുന്നു എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണ്. വേറെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ദ ആക്സിഡൻറ്റ് ഹാപ്പൻഡ് അറ്റ് നൈറ്റ്. രാത്രിയിലാണ് അപകടം സംഭവിച്ചത്. അവിടെ ഹാപ്പൻഡ് എന്ന് പറയുന്നതാണ് വെർബായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സംഭവിച്ചത് എന്നാണ് അതിൻ്റെ അർത്ഥം, ഹാപ്പൻഡിൻ്റെ അർത്ഥം. The form of the verb changes according to the number, singular or plural of the subject. Look at the examples given in the screen. First one, Vineet is going to school. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വിനീത് ആണ്, അത് സിംഗുലർ ആണ്. verb എന്ന് പറയുന്നത് ഈസ് ഗോയിങ്. ഈസ് ഗോയിങ് എന്ന് പറയുന്നത് ഒരു സിംഗുലർ ആണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ, വിനീത് ആൻഡ് വീണ ആർ ഗോയിങ് ടു സ്കൂൾ. ഇൻ ദിസ് സെൻറ്റൻസ് സബ്ജക്റ്റ് ഈസ് വിനീത് ആൻഡ് വീണ, അത് പ്ലൂറലാണ്. അതുകൊണ്ട് തന്നെ വെർബ് ആർ ഗോയിങ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആർ എന്ന് പറയുന്നത് പ്ലൂറലാണ്, ഈസ് എന്ന് പറയുന്നത് സിംഗുലറാണ്. സോ ഇവിടെ വെർബ് മാറി പ്ലൂറലായിട്ട് മാറി, ആർ ഗോയിങ് ആയിട്ട് മാറി, ഈസ് ആർ ആയിട്ട് മാറി. മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഷീ ഹാസ് എ ബ്യൂട്ടിഫുൾ ഹാൻഡ് ബാഗ്. അവൾക്കൊരു ബ്യൂട്ടിഫുൾ മനോഹരമായിട്ടുള്ളൊരു ഹാൻഡ് ബാഗ് ഉണ്ട്. അവിടെ ഇതെന്ന് പറയുന്നത് ഒരു അവൾ എന്ന് പറയുന്നത്, ഷീ എന്ന് പറയുന്നത് സിംഗുലറാണ്. അതുകൊണ്ട് തന്നെ ഹാസ് എന്ന് പറയുന്നത് സിംഗുലർ ഫോമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഫോർത്ത് എക്സാമ്പിൾ നോക്കുമ്പം, ദേ ഹാവ് ബ്യൂട്ടിഫുൾ ഹാൻഡ് ബാഗ്സ്. അവർക്ക് മനോഹരമായിട്ടുള്ള ഹാൻഡ് ബാഗ്സ് ഉണ്ട്. അവർ എന്ന് പറയുന്നത് ദേ എന്ന് പറയുന്നത് പ്ലൂറലാണ്. ഒരുപാട് പേരെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വെർബായിട്ടുള്ള ഹാവ് പ്ലൂറലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹാൻഡ് ബാഗ്സ് ആയിട്ട് മാറി. ഒബ്ജക്റ്റിലും അവിടെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത ഫിഫ്ത്ത് എക്സാമ്പിളിൽ, ദ ബേർഡ് വാസ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. അപ്പം ഇവിടെ ദ ബേർഡ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബേർഡാണ്. അതുകൊണ്ട് തന്നെ വാസ് ഫ്ലൈയിങ് എന്നാണ്, പറന്നിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം വാസ് ഫ്ലൈയിങ് വെർബും സിംഗുലറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കുമ്പം, ദ ബേർഡ്സ് വെയർ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. ബേർഡ്സ് എന്ന് പറയുന്നത് പ്ലൂറലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വെയർ വെർബിൻ്റെ പ്ലൂറൽ ഫോമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വെയർ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. സെവൻത് എക്സാമ്പിൾ നോക്കുമ്പോൾ, സാം ഹാസ് ഈറ്റൺ ഹിസ് ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ സബ്ജക്റ്റ് സാം എന്ന് പറയുന്നത് സിംഗുലറാണ്. അതുകൊണ്ട് തന്നെ സിംഗുലർ ഫോം ഓഫ് വെർബായിട്ടുള്ള ഹാസ് ഈറ്റൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത എയ്ത്ത് എക്സാമ്പിൾ, സാം ആൻഡ് സോനു ഹാവ് ഈറ്റൺ ദെയർ ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ 2 പേരുണ്ട്. സബ്ജക്റ്റ് പ്ലൂറലാണ്. അതുകൊണ്ട് തന്നെ വെർബ് ഹാവ് ഈറ്റൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്.